ഹലോ ഫ്രണ്ട്സ്, എല്ലാവർക്കും ചെമ്പരപ്പൂവിൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. ചെമ്പരപ്പൂവിൽ വരാനിരിക്കുന്ന ഒരു ഭാഗത്തിൻ്റെ വീഡിയോ ആണ് ഞാൻ ചെയ്യുന്നത്. നമ്മുടെ സച്ചിൻ്റെ പിണക്കങ്ങളെല്ലാം മറന്നുകൊണ്ട് തന്നെ ചില രസകരമായിട്ടുള്ള ഭാഗങ്ങൾ നമുക്ക് എപ്പിസോഡിൻ്റെ ഇടയ്ക്ക് വരാനുണ്ട് കേട്ടോ. ഏത് സമയത്ത് രേവതി സച്ചിയെ കുറ്റപ്പെടുത്തുന്നു, അതുപോലെ തന്നെ സച്ചി രേവതിയെ വഴക്ക് പറയുന്നതായിട്ടുള്ള ഭാഗങ്ങൾ മാത്രം പോലെ അതിനിടയ്ക്ക് ചെറിയ നല്ല നല്ല ഭാഗങ്ങളും നമുക്ക് കാണാതിരിക്കുന്നുണ്ട്. അതിലൊരു ഭാഗമാണ് ഞാനീ പറയുന്നത്. നമ്മുടെ സച്ചിക്ക് വേണ്ടിയിട്ട് രേവതി വലിയൊരു സർപ്രൈസ് തന്നെ ഒരുക്കുന്നുണ്ട്. നേരത്തെ നമ്മുടെ രേവതിക്ക് വേണ്ടിയിട്ട് സച്ചി ഒരു സർപ്രൈസ് ഒരുക്കിയതായിരുന്നു. രേവതിനെ കൊച്ചാക്കുന്ന രീതിക്കൊക്കെ ചന്ദ്രൻ സംസാരിക്കുന്ന സമയത്ത്, അതായത് നിനക്ക് വേറെ ജോലിയൊന്നും ഇല്ലല്ലോ, നീ വീട്ടിലെ കാര്യങ്ങളൊക്കെ നോക്കി നടന്നാൽ പോരെ, ഒരു 10 പൈസ ഉപകാരം പോലും നിന്നെ കൊണ്ടില്ല എന്നൊക്കെ പറയുന്ന സമയത്ത് രേവതി തന്റെ സങ്കടങ്ങളെല്ലാം തന്നെ സച്ചിയോടായിട്ട് പറയുകയാണ്. അന്ന് തന്നെ നമ്മുടെ സച്ചി മഹേഷുമായി കൂട്ടുപിടിച്ചുകൊണ്ട് രേവതിക്ക് ഒരു പൂക്കട നിർമ്മിക്കുകയും പിറ്റേ ദിവസം രാവിലെ തന്നെ രേവതിയെ കൂട്ടിക്കൊണ്ട് പൂക്കടയിലേക്ക് മുന്നിലേക്ക് ചെല്ലുന്ന സമയത്ത് രേവതിക്ക് അത് വലിയൊരു സർപ്രൈസ് തന്നെ ആവുകയാണ്. മാത്രമല്ല സച്ചിനെ കുറിച്ചിട്ട് ഭയങ്കര അഭിമാനം സന്തോഷമൊക്കെ തോന്നുന്നുണ്ടല്ലേ. ആ ഒരു സച്ചിക്ക് അതിലും വലിയൊരു സർപ്രൈസ് നമ്മുടെ രേവതി ഒരുക്കുന്നുണ്ട് കേട്ടോ. അത് മറ്റൊന്നുമല്ല, നിലവിൽ നമ്മുടെ സച്ചി ശരത്തുമായിട്ട് ചെറിയ തമ്മിത്തല്ലും ബഹളമൊക്കെ കൂടിയിട്ട് ആന്റണി മഹേഷിന്റെ സുഹൃത്തുക്കളുടെ പണം അടച്ചില്ല എന്നാണെങ്കിൽ അവരുടെ കാറ് കൊണ്ടുപോകുമെന്നൊക്കെ പറയുന്ന സമയത്ത് കാർ സ്റ്റാൻഡിലുള്ള കൂട്ടുകാർ സച്ചിയെ കുറ്റപ്പെടുത്തി സംസാരിക്കുന്നുണ്ട്. അപ്പോൾ ഈ ഒരു സമയത്ത് നമ്മുടെ സച്ചി പ്രത്യേകിച്ചൊന്നും തന്നെ പറയാതെ തന്നെ ആന്റണിയുടെ അടുത്തേക്ക് ഇവർക്ക് വേണ്ടി സംസാരിക്കാനായിട്ട് ചെല്ലുന്നുണ്ട്. എന്നാൽ ആന്റണിയുടെ പെരുമാറ്റം എന്ന് പറഞ്ഞാൽ വളരെയധികം മോശമായിരുന്നില്ലേ. ഒന്നുകിൽ നീ തന്നെ അവരുടെ കാറിന്റെ പൈസ തരണം, അതല്ല എന്നാണെങ്കിൽ കാർ സ്റ്റാൻഡിൽ ഞാൻ വരുന്ന സമയത്ത് എല്ലാവരും മുന്നിൽ വെച്ച് നീ എൻ്റെ കാല് പിടിച്ച് ക്ഷമ പറയുകയാണെങ്കിൽ നിന്റെ സുഹൃത്തുക്കളുടെ കയ്യിൽ നിന്ന് ഞാൻ മേടിച്ച പണം അതിന് കുറച്ചും കൂടി കാലാവധി ഞാൻ അവർക്ക് നീട്ടിക്കൊടുക്കും. അത് മാത്രമല്ല അവരുടെ ആ ഒരു കാർ ഞാൻ നാളെ കൊണ്ടുവരികയില്ല എന്നൊക്കെ ആന്റണി പറയുന്ന സമയത്ത് സച്ചി പ്രത്യേകിച്ചൊന്നും പറയാതെ തന്നെയാണ് അവിടുന്ന് പോകുന്നത്. എന്നാൽ ആന്റണി വിചാരിക്കുന്നത് സച്ചി നാളെ വന്ന് എൻ്റെ കാല് പിടിക്കുക, എന്നോട് ക്ഷമ പറയുമെന്നൊക്കെയാണ് വിചാരിച്ച് പിറ്റേ ദിവസം കാർ സ്റ്റാൻഡിലേക്ക് ചെല്ലുന്നത്. എന്നാൽ ആന്റണിക്ക് നല്ല തിരിച്ചടി കിട്ടുന്ന രീതിക്ക് തന്നെ സച്ചി എല്ലാവരും പണം മുടക്കി കൊടുക്കുക മാത്രമല്ല ഇനിമേലിൽ ഈ കാർ സ്റ്റാൻഡിലേക്ക് കാലെടുത്ത് വെച്ച് കഴിഞ്ഞാൽ നിന്റെ കാലിലുണ്ട് ഞാൻ തല്ലുപിടിക്കുമെന്നൊക്കെ ഭീഷണിപ്പെടുത്തുകയും ചെയ്യുന്നുണ്ടല്ലേ. ആന്റണിക്ക് പണം കൊടുക്കുന്നതിന് വേണ്ടിയിട്ട് നമ്മുടെ സച്ചി ചെയ്യുന്ന സച്ചിയുടെ കാറ് വിൽക്കുക എന്നതാണ്. ആ ഒരു കാർ നഷ്ടപ്പെട്ടപ്പോൾ പോകുമ്പോഴത്തേക്ക് സച്ചിക്ക് വല്ലാതെ തന്നെ വേദനിക്കുന്നുണ്ടല്ലേ. സച്ചി പിറ്റേന്ന് ഓട്ടോ ഓടിച്ച് ചെല്ലുന്നുണ്ടെങ്കിലും തൻ്റെ ഉള്ള വിഷമങ്ങളെല്ലാം തന്നെ ഉള്ളിൽ ഒതുക്കിക്കൊണ്ട് തന്നെ പറയുന്നുണ്ട് ഈ ഓട്ടോ ഓടിക്കുന്നത് ഞാൻ സംതൃപ്തനാണ് എന്നൊക്കെ പറയാണ്. എന്നാൽ പോകുന്ന സമയത്ത് മഹേഷിനോടായിട്ട് പറയുന്നുണ്ട് രേവതി അച്ഛനെ ഇതൊരിക്കലും അറിയരുത്, അവരിത് അറിഞ്ഞു കഴിഞ്ഞാൽ അവർക്ക് സങ്കടം സഹിക്കാനാവില്ല എന്നൊക്കെ പറയുകയാണ്. എന്നാൽ സച്ചിയുടെ കഷ്ടകാലം എന്ന വണ്ണം ശ്രുതി സച്ചിയുടെ ഓട്ടോയാണ് കേട്ടോ ഒരു ദിവസം ഓട്ടം വിളിക്കുന്നത്. എന്നാൽ സച്ചിയുടെ ഓട്ടോയാണെന്ന് വിചാരിച്ചല്ല വിളിക്കുന്നത്. വഴിയെ പോകുന്ന ഒരു ഓട്ടോ കാണുമ്പോൾ കൈ നീട്ടി നിർത്തുകയാണ്. അതിനകത്ത് ഡ്രൈവറായി കാണുന്നത് സച്ചിയാണ്. സച്ചിനെ കാണുന്ന സമയത്ത് മീരയും സച്ചിയും ഒന്ന് അതിശയിച്ചു പോവാണ്. കാരണം കാർ ഓടിക്കുന്നു എന്ന് പറഞ്ഞിരിക്കുന്ന സച്ചി എങ്ങനെ ഓട്ടോ ഓടിച്ചു എന്ന് അറിയാനായിട്ട് ഇവർ ചെറുതായിട്ടൊക്കെ ശ്രമം നടത്തുട്ടോ. മീര ഇങ്ങനെ ചോദിക്കുകയൊക്കെ ചെയ്യുന്നുണ്ട്, സച്ചിയുടെ കാർ എവിടെ, കാർ വിറ്റോ എന്നൊക്കെ ചോദിക്കുന്നുണ്ടെങ്കിലും സച്ചി അതിൽ നിന്നെല്ലാം ഒഴിഞ്ഞു മാറിക്കൊണ്ട് തക്ക മറുപടി തന്നെ മീരക്കായിട്ട് കൊടുക്കുകയും ചെയ്യുന്നുണ്ട്. അപ്പൊ ഡയറക്റ്റ് സച്ചിയോട് വെച്ച് സത്യാവസ്ഥകളൊന്നും തന്നെ സച്ചി പറയില്ല എന്ന് മനസ്സിലാക്കിക്കൊണ്ട് തന്നെ സച്ചി ഇറക്കി വിട്ട സ്റ്റോപ്പിന്റെ ഒരു സൈഡില് ശ്രുതിയും മീരയും കൂടെ ഒളിച്ചു നിൽക്കുകയാണ്. ഈ ഒരു സമയത്ത് റോട്ടിൽ കൂടെ പേര് ചേട്ടൻ വന്നിട്ട് സച്ചിയോടായിട്ട് ചോദിക്കുകയാണ് സച്ചി നിന്റെ കാർ എവിടെയെന്ന് ചോദിക്കുന്ന സമയത്ത് കാർ മറ്റൊരു ആവശ്യത്തിന് വേണ്ടി തനിക്ക് വിൽക്കേണ്ടി വന്നു എന്നുള്ള സത്യങ്ങളെല്ലാം തന്നെ ഇദ്ദേഹത്തോടെ പറയുകയാണ്. ഈ ഒരു സത്യം മറിഞ്ഞു നിന്നുകൊണ്ട് തന്നെ ശ്രുതി കേൾക്കുകയും ശ്രുതി വേഗം തന്നെ വീട്ടിലേക്ക് ചെല്ലുകയും ഈ ഒരു കാര്യങ്ങളെല്ലാം തന്നെ ചന്ദ്രയോട് പറയുകയും ചന്ദ്ര വഴി വലിയൊരു ഭൂകമ്പം ഉണ്ടാക്കാനായിട്ട് ശ്രമിക്കുകയും ചെയ്യുന്നുണ്ട്. എന്നാൽ നമ്മൾ സച്ചി വരുന്ന സമയത്ത് രവിയോടായിട്ട് പറയുന്നുണ്ട് ഞാനൊന്നും ചെയ്യാതെ തന്നെ കാറ് വിൽക്കില്ല എന്ന് അച്ഛൻ അറിയാലോ, ഇതിന്റെ പിന്നിലും തക്കതായി തന്നെ കാരണം ഉണ്ടാവും, അതുകൊണ്ട് തന്നെ അച്ഛനോട് സത്യങ്ങളെല്ലാം തന്നെ ഞാൻ പിന്നീട് തുറന്നു പറയാമെന്നും പറഞ്ഞിട്ട് സച്ചി അവിടെ നിന്ന് പോകുന്നുണ്ട്. കാരണം സച്ചി പറയുകയാണെങ്കിൽ ശരത്തിന്റെ കള്ളത്തരങ്ങളെല്ലാം തന്നെ ആദ്യം മുതലേ തന്നെ പറഞ്ഞ് എല്ലാവരും മുന്നിൽ വെച്ച് പറയേണ്ടി വരും. അതുകൊണ്ട് തന്നെ താൻ പിന്നീട് അച്ഛനോട് മാത്രമായിട്ട് പറയാമെന്ന് പറഞ്ഞുകൊണ്ട് സച്ചി അവിടെ നിന്ന് പോവുകയാണ്. നമ്മുടെ രേവതി എന്താ ചെയ്യുന്നത് വെച്ച് കഴിഞ്ഞാൽ നേരെ കാർ സ്റ്റാൻഡിലേക്ക് ചെന്നിട്ട് ഈ വിവരങ്ങളെല്ലാം തന്നെ, അതായത് സച്ചി എന്തിനു വേണ്ടിയാണ് കാറ് കൊടുത്തതെന്നെല്ലാം തന്നെ മഹേഷിനോടായിട്ട് ചോദിച്ചറിയുകയാണ്. എന്നാൽ ശരത്തും സച്ചിയും തമ്മിലുള്ള പ്രശ്നത്തിന്റെ ഭാഗമായിട്ടാണ് ഈ കാറ് കൊടുക്കേണ്ടി വന്നതെന്നും മഹേഷ് പറയുന്നുണ്ട്. മഹേഷ് പറയുന്ന ആന്റണി വന്ന് പ്രശ്നമുണ്ടാക്കി തങ്ങളുടെ കടം വീട്ടുന്നതിന് വേണ്ടിയിട്ടാണ് സച്ചി കാറ് കൊടുത്തതെന്ന് മാത്രമാണ് കേട്ടോ പറയുന്നത്. ഇത് കേൾക്കുന്ന സമയത്ത് രേവതിക്ക് ഭയങ്കര സങ്കടമാവുകയാണ്. രേവതി ആണെങ്കിലും തിരിച്ചു വരുന്ന സമയത്ത് സച്ചിനോട് ഈ ഒരു കാര്യത്തെക്കുറിച്ചൊക്കെ ചോദിക്കുകയൊക്കെ ചെയ്യുന്നുണ്ട്. സച്ചി ആണെങ്കിലും തന്റെ കാറ് പോയാൽ തനിക്ക് സങ്കടമില്ല എന്നൊക്കെ രീതിക്ക് നമ്മുടെ രേവതിയോട് പറയുന്നുണ്ടെങ്കിലും രേവതി ആരാമോള്, രേവതിക്ക് സച്ചിയുടെ മനസ്സൊന്നും നൊന്ത് കഴിഞ്ഞാൽ സച്ചിയുടെ മനസ്സൊന്നും എന്തായാലും രേവതി തീർച്ചയായിട്ടും അറിയില്ല. അതുകൊണ്ട് രേവതി എന്താ ചെയ്യാന്ന് വെച്ച് കഴിഞ്ഞാൽ രേവതിക്ക് വലിയൊരു പൂമാലയുടെ ഓർഡർ കിട്ടുകയാണ്. ഒരു 2-2.5 ലക്ഷം രൂപയുടെ ഒരു പൂമാലയുടെ ഓർഡർ കിട്ടുകയാണ്. ആ ഒരു പൂമലയെല്ലാം രേവതി കെട്ടിക്കൊടുക്കുകയും അതിനുശേഷം പൈസ കിട്ടുന്ന സമയത്ത് മഹേഷിനെയും കൂട്ടുപിടിച്ചുകൊണ്ട് ഒരു കാർ കാണാനായിട്ട് ചെല്ലുകയാണ് കേട്ടോ. ഈ ഒരു സമയത്ത് മഹേഷ് പറയുന്നുണ്ട് അതേ നേരത്തെ ഞാനും സച്ചിയും കൂടെ കൂടിയിട്ട് സച്ചിക്ക് വേണ്ടി കാറ് മേടിക്കാൻ വന്ന സമയത്ത് ഈ ഒരു വണ്ടി നോക്കിയിരുന്നു, പക്ഷേ വണ്ടിക്ക് വില കൂടുതലാണെന്ന് പറഞ്ഞുകൊണ്ടാണ് അന്ന് ഞങ്ങൾ മേടിക്കാതെ പോയതെന്നൊക്കെ പറയുമ്പോഴത്തേക്കും ഈ കാറ് നോക്കിയിട്ട് ആ കാർ ഷോറൂമിന്റെ ഓണർ എടുത്ത് വന്നിട്ട് റേറ്റ് ഒക്കെ ചോദിക്കുന്ന സമയത്ത് 3 ലക്ഷം രൂപയാവും എന്നൊക്കെ പറയുകയാണ് കേട്ടോ. വേഗം തന്നെ രേവതി തന്റെ കയ്യിലുള്ള പണം കൊടുത്തതിന് ശേഷം ബാക്കിയുള്ള പണം പിന്നീട് തരാമെന്നൊക്കെ പറഞ്ഞിട്ട് ആ കാറ് ബുക്ക് ചെയ്യുകയാണ്. അതിനുശേഷം മഹേഷിനോട്
നോർമലായിട്ട് പറയുന്നുണ്ട് സച്ചിയേട്ടനോട് ഞാൻ കാർ മേടിച്ചു തരും പറയണ്ട, സച്ചിയേട്ടൻ ഇങ്ങോട്ടേക്ക് വിളിച്ചുകൊണ്ട് വന്നതിന് ശേഷം മഹേഷിൻ്റെ കൂട്ടുകാരന് വേണ്ടിയിട്ട് ഒരു വണ്ടി മേടിക്കാനാണെന്നും ഈ വണ്ടിയുടെ കണ്ടീഷൻ എങ്ങനെയുണ്ടെന്ന് അറിയാനായിട്ടാണ് സച്ചിയേട്ടൻ കൂട്ടിക്കൊണ്ട് വന്നതെന്നൊക്കെ പറഞ്ഞുകൊണ്ട് സച്ചിയേട്ടൻ വണ്ടി ഇഷ്ടപ്പെടുവാണെങ്കിൽ മാത്രം നമുക്ക് ഈ വണ്ടി എടുക്കാമെന്നൊക്കെ പറഞ്ഞുകൊണ്ട് നമ്മുടെ രേവതി വലിയ പ്ലാനിങ് ഒക്കെ തയ്യാറാക്കാൻ കേട്ടോ. അതിനുശേഷം സച്ചി വരുന്ന സമയത്ത് സച്ചിക്ക് കാർ ഇഷ്ടപ്പെട്ടോ ഇല്ലയോ എന്ന് അറിയുന്നതിന് വേണ്ടി രേവതി ഒളിച്ചു നിന്നുകൊണ്ട് സച്ചി പറയുന്ന കാര്യങ്ങളെല്ലാം തന്നെ കേൾക്കാണ്. സച്ചി വണ്ടിയുടെ അടുത്ത് വന്നിട്ട് പറയുന്നുണ്ട്, എന്തായാലും വണ്ടി എനിക്ക് ഇഷ്ടപ്പെട്ടു, നിന്റെ കൂട്ടുകാരൻ്റെ ഭാഗ്യമാണിത്, നേരത്തെ ഞാൻ നോക്കിയ വണ്ടിയല്ലേ ഇത്, വണ്ടിയെല്ലാം കണ്ടീഷനാണെന്നൊക്കെ പറയുമ്പോഴത്തേക്കും നിനക്ക് ഇഷ്ടപ്പെട്ടല്ലേ, ആൾക്ക് ഇഷ്ടപ്പെട്ടു, കാറ് മേടിച്ചോളാനാ പറഞ്ഞത് ഇങ്ങനെ മഹേഷ് ഉറക്കെ പറയുന്ന സമയത്ത് നീ എന്തിനാ മഹേഷ് ഇത്ര അച്ചോടുകൂടി സംസാരിക്കുന്നതെന്ന് ചോദിക്കുന്ന സമയത്ത് അല്ല എൻ്റെ കൂട്ടുകാരൻ ഓണറുമായിട്ട് സംസാരിച്ചുകൊണ്ടിരിക്കുക, അദ്ദേഹം ഒന്ന് കേൾക്കട്ടെ എന്ന് വിചാരിച്ചു എന്നൊക്കെ മഹേഷ് പറയുകയാണ്. അങ്ങനെ നമ്മുടെ സച്ചി വളരെ സങ്കടത്തു, അതായത് താൻ ഇഷ്ടപ്പെട്ട് മേടിക്കാവുന്ന കാറ് മഹേഷിന്റെ സുഹൃത്ത് മേടിക്കുകയാണല്ലോ, അപ്പോൾ തനിക്ക് ഈ കാറ് കിട്ടിയില്ലല്ലോ എന്നുള്ള സങ്കടത്തിൽ നമ്മുടെ സച്ചി അവിടെ നിന്ന് പോവുകയാണ്. സച്ചി പോയി തൊട്ടുപുറത്തിന് രേവതി മഹേഷിന്റെ അടുത്ത് വന്നിട്ട് പറയുന്നുണ്ട്, സച്ചേട്ടന് വേണ്ടിയിട്ട് ഒരു സർപ്രൈസ് ആയിട്ട് തന്നെ കാർ കൊടുക്കണം, അതിന് വേണ്ടി നാളെ സച്ചേട്ടനെ കൂട്ടിക്കൊണ്ട് ഞാൻ അമ്പലത്തിലേക്ക് വരുന്നുണ്ട്, ആ ഒരു സമയത്ത് എല്ലാ കാര്യങ്ങളും മഹേഷേട്ടൻ അവിടെ റെഡിയാക്കി വെക്കണം എന്നൊക്കെ പറയുകയാണ്. പിറ്റേന്ന് രാവിലെ തന്നെ സച്ചിയും കൂട്ടിക്കൊണ്ട് രേവതി അമ്പലത്തിലേക്ക് ചെല്ലുന്ന സമയത്ത് ഈ ഒരു കാർ അവിടെ കിടക്കുന്ന കാണുന്നുണ്ട്. അന്നേരം ചോദിക്കുന്നുണ്ട്, ഈ കാർ ഇത് ഞാൻ ഇന്നലെ മഹേഷിൻ്റെ കൂടെ പോയി നോക്കിയതാണല്ലോ എന്നൊക്കെ പറയുമ്പോഴത്തേക്കും മഹേഷ് അങ്ങോട്ടേക്ക് വരുന്നുണ്ട്. എന്നിട്ട് പറയുകയാണ്, എൻ്റെ കൂട്ടുകാരൻ മേടിച്ച കാറായത്, അവൻ പറഞ്ഞിട്ടാണ് ഈ അമ്പലത്തിലേക്ക് പൂജയ്ക്കായിട്ട് ഞാൻ ഈ കാറും കൊണ്ട് വന്നത് എന്നൊക്കെ പറയുമ്പോഴത്തേക്കും പൂജാരി അങ്ങോട്ടേക്ക് വരുന്നുണ്ട്. കാറുമായിട്ട് നമ്മുടെ മഹേഷ് ചെല്ലുന്നതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ലക്ഷ്മിയും ദൈവവും കൂടെ പൂ കെട്ടിക്കൊടുക്കുന്ന അമ്പലമല്ലേ, അങ്ങോട്ടേക്കാണ്. അതുകൊണ്ട് തന്നെ ലക്ഷ്മിയും ദൈവവും അമ്പലത്തിലുണ്ടാവട്ടെ. ഇരുവരും കാണുമ്പോഴത്തേക്ക് ആദ്യമൊക്കെ സച്ചിക്ക് സംസാരിക്കാനൊക്കെ മടിയുണ്ടെങ്കിലും പിന്നീട് നോർമലായി തന്നെ സച്ചി സംസാരിക്കുന്നതിന് ശേഷം ദൈവം ഒരു പൂമാല എടുത്തുകൊണ്ട് കാറിലേക്ക് ചേർത്തുന്ന സമയത്ത്, അല്ല ദൈവം ഈ വണ്ടിക്ക് നീ എന്തിനാ പൂമാല ചാർത്തുന്നതെന്ന് സച്ചി ചോദിക്കുന്ന നേരത്ത്, ഈ പൂമാലയുടെ ഓർഡർ എനിക്ക് ആ വണ്ടിക്കാരൻ തന്നിരുന്നു, അതുകൊണ്ടാണ് ഞാൻ ചാർത്തുന്നതെന്ന് ദേവു ആ സമയത്ത് കള്ളം പറയാണ്. എന്നിട്ട് ചിരിച്ചുകൊണ്ട് തന്നെ ലക്ഷ്മിയുടെ അടുത്തേക്ക് മാറി നിൽക്കാണ്ട് വേഗം പൂജാരി വന്നിട്ട് പറയുന്നുണ്ട്, രേവതി സച്ചിനെ കൂട്ടിക്കൊണ്ട് വണ്ടിയുടെ അടുത്തേക്ക് വായെന്ന് പറയുമ്പോഴത്തേക്കും ഞാൻ എന്തിനാ വണ്ടിയുടെ അടുത്തേക്ക് വരുന്നത്, എടാ മഹേഷ് നിന്റെ സുഹൃത്ത് എന്തെന്ന് ചോദിക്കുന്ന സമയത്ത് ഈ സുഹൃത്ത് ഇവിടെ തന്നെയുണ്ട് എന്ന് മഹേഷ് പറയാണ്. ചുറ്റും പുറം സച്ചി നോക്കിയതിന് ശേഷം സുഹൃത്ത് എവിടെയെന്ന് ചോദിക്കുന്ന സമയത്ത് മറ്റാരുമല്ല നീ തന്നെ സുഹൃത്തെന്ന് പറയാൻ കേട്ടോ. അപ്പോഴാണ് സച്ചി ശരിക്കും പറഞ്ഞ് അറിയുന്നത് സച്ചിക്ക് വേണ്ടിയിട്ടാണ് രേവതി മേടിച്ചിരിക്കുന്ന കാറാണിതെന്നും താൻ രേവതിക്ക് ഒരുക്കിയ പോലെ തന്നെ മറ്റൊരു സർപ്രൈസ് രേവതി തനിക്കായിട്ട് ഒരുക്കിയതാണെന്നും എല്ലാം അറിയുമ്പോഴത്തേക്കും സച്ചിക്ക് സങ്കടവും സന്തോഷവും കാരണം കണ്ണൊക്കെ നിറഞ്ഞു വരികയാണ് കേട്ടോ. അങ്ങനെ ഈ ഒരു പിണക്ക ഭാഗങ്ങൾക്കിടയിലും നല്ല അടിപൊളി സ്നേഹാർദ്രമായിട്ടുള്ള എപ്പിസോഡ് തന്നെയാണ് അത്. ആരും തന്നെ മിസ് ചെയ്യരുത്. അപ്പോൾ വീഡിയോ ഇഷ്ടമായെങ്കിൽ ലൈക്ക് ചെയ്യാനും കൂടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത്.